ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ട്വിൻ ബേബീസിൻ്റെ ബർത്ത്ഡേ ആണ്. എന്നെ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ട്വിൻ ബേബീസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ. ഐഷു, പാച്ചു, ആയിഷ, ഫാത്തിമ കേട്ടോ. ഞങ്ങളുടെ നെയ്ബേഴ്സാണ് അവർ. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ കേട്ടോ. അപ്പോൾ അവർ ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ അമ്മയാണ് അവരെ നോക്കുന്നത്. ഡെലിവറിക്കൊക്കെ കൂടെ നിന്നതും ഇവരെ കയ്യിൽ വാങ്ങിയതൊക്കെ അമ്മയാണ്. പ്രീമേച്ചർ ബേബീസാണ്. അപ്പോൾ അവരെ ഇൻക്യുബേറ്ററിലിട്ട സമയം തൊട്ടേ അമ്മയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കേക്കും അവരെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ സെലിബ്രേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി ഈ ബേബീസ് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക. ഒരാൾ അമ്മയുടെ പെറ്റാണ് ഐഷു. പാച്ചു എൻ്റെ പെറ്റാണ് കേട്ടോ. ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്. എൻ്റെ കൂടെ കിടന്നുറങ്ങലും ഇതാക്കലൊക്കെ. രാത്രി മാത്രമേ അവരവരെ വീട്ടിൽ പോകാറുള്ളൂ. ബാക്കി ഫുൾ ടൈം ഞങ്ങളെ വീട്ടിൽ തന്നെ അധികം ഉണ്ടാവുക കേട്ടോ. പിന്നെ ബേബീസുള്ളൊരു രസമാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബേബീസല്ല. ഒരുപാട് പേര് ഇതെൻ്റെ ബേബിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല കേട്ടോ, ഇതിൻ്റെ മുൻപ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ആത്തി എന്ന് പറഞ്ഞിട്ടൊരു ബേബി. അവരും ഞങ്ങളെ നെയ്ബറായിരുന്നു. ഇപ്പോൾ അവർ മാറി, അതുകൊണ്ടാണ് ആ ബേബീനെ ഇപ്പോൾ കാണാത്തത്. ഇപ്പോൾ ഇവരാണ് ഞങ്ങളെ നെയ്ബേഴ്സിട്ടപ്പം. പാച്ചു ഞങ്ങളുടെ കൂടെ പുറത്തേക്കൊക്കെ വരും. ഇവളങ്ങനെ പാലൊന്നും അങ്ങനെ കുടിക്കാറില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെയൊക്കെ വരും. ഇവൾ രാത്രി മാത്രമേ കുടിക്കൂ. ഐഷു വന്നിട്ട് എപ്പോഴും അവളെ ഉമ്മ വേണം കുറച്ച്. ഞങ്ങളുടെ കൂടെ വരും, എന്നാലും അതുകൊണ്ട് ഞങ്ങൾ ഐഷുവിനെ അങ്ങനെ പുറത്ത് പോകുമ്പോൾ എടുക്കാറില്ല. പാച്ചുവിനെ മാത്രമേ എടുക്കാറുള്ളൂ. ഞങ്ങളിവിടെ പുറത്തേക്കൊക്കെ വരും കേട്ടോ. മെയ് 28 ഇവരെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇവരെ ബർത്ത്ഡേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത്. എൻ്റെ ബർത്ത്ഡേക്ക് സ്റ്റിച്ച് ചെയ്ത് തന്ന ഫ്രണ്ട് തന്നെ. അതുപോലെ കേക്കും എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത് തന്ന അവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി, നമ്മളെ ഫാമിലിയൊക്കെ ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയും, നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. സോ ഈ ബേബീസിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാറും ചെയ്യാൻ പറ്റണൊക്കെ ചെയ്തു കൊടുക്കാറും പുറത്ത് കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് അവർക്കൊരു സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. നമ്മളെ ലൈഫിലൊരു മെമ്പറാണ് അവരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇവരെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ബൈ ബൈ.